Hello guys, welcome back to my channel G Sports Official. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും അങ്ങനെ പുറത്തായിരിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി നടന്ന മത്സരത്തിൽ 2-1 എന്ന സ്കോറിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയത്. നമ്മൾക്ക് ഈ മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ റിസർവ് ടീമാണ് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങിയിരുന്നത്. അവരുടെ സ്ക്വാഡിൽ മെയിൻ താരങ്ങളെന്ന് പറയുന്ന മലയാളി താരമായ സഹൽ അബ്ദുൽ സമദും അതുപോലെ തന്നെ ആഷി കുര്യനുമായിരുന്നു അവരുടെ മെയിൻ സ്ക്വാഡിൽ നിന്നും ഉണ്ടായിരുന്ന രണ്ട് താരങ്ങൾ. ബാക്കിയുള്ള ഒരുവിധ താരങ്ങളെല്ലാം അവരുടെ റിസർവ് ടീമിൽ നിന്നും വന്ന താരങ്ങളാണ്. ആ റിസർവ് ടീമിനെതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ റിസർവ് ടീമിനെതിരെ 2-1 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീം പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മികച്ച പ്രകടനം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ആവറേജ് പെർഫോമൻസ് ആണ് എനിക്ക് ഈ മത്സരം കണ്ടതിന് ശേഷം തോന്നിയത്. കാരണം ഈസ്റ്റ് ബംഗാളുമായി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ രണ്ടാം നിര ടീമിനോട് ഇത്ര ദയനീയമായൊരു പരാജയം ഏറ്റുവാങ്ങുമെന്ന് ഒരു മികച്ച പ്രകടനമാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഒരു ബി ടീമിനോട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്രയൊന്നും ഈ മത്സരത്തിന്റെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മികച്ച ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ബി ടീമിനോട് വളരെ മികച്ച പ്രകടനമൊന്നുമല്ല കാഴ്ചവെച്ചത്. വളരെ ഒരു ഈസ്റ്റ് ബംഗാളുമായുള്ള മത്സരത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം മത്സരം എന്നാണ് എനിക്ക് തോന്നിയത്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ കപ്പ് മത്സരം കണ്ടതിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുക. കൂടുതലൊന്നും ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് എന്താണ് ഈ മത്സരം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുക. അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായവും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതിയിരിക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.